ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത വീക്കിലേക്കുള്ള എൻ്റെ സ്വിംഗ് ട്രേഡിംഗ് വാച്ച് ലിസ്റ്റും പിന്നെ ഈ വീക്കിലെയും അടുത്ത വീക്കിലെയും നിഫ്റ്റി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ്. സോ നിഫ്റ്റി ഞാൻ കറക്റ്റ് എൻ്റെ വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീക്ക് എൻ്റെ വ്യൂ അപ്സൈഡ് ആണെന്ന്. സോ നിഫ്റ്റി കുറച്ച് ദിവസം ജസ്റ്റ് ഒന്ന് ഈ ഒരു സപ്പോർട്ട് ബേസ് 24,460 എന്ന സപ്പോർട്ട് ബേസിലേക്ക് വന്നു ശേഷം 25,000 അല്ലെങ്കിൽ 24,916 എന്ന റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ, ഇന്നത്തെ ക്ലോസിങ് 25,003 ആണ്. ഞാൻ നിഫ്റ്റിയുടെ 15-minute ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് യൂട്യൂബ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ഇട്ടവർക്ക് അറിയാം നിഫ്റ്റി ഏത് റേഞ്ചിലാണ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ 24,900 എന്നൊരു റേഞ്ചിൽ കുറേ ദിവസമായി 2-3 ദിവസമായിട്ട് നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് വരുന്നതാണ്. ആൻഡ് ഇന്ന് ആ 24,900 എന്ന റേഞ്ച് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നിഫ്റ്റിയുടെ എൻ്റെ വ്യൂ അപ്സൈഡാണ് പോവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടവർക്കറിയാം, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റേഞ്ചാണ്. 25,140 മുകളിൽ പോയ ഒരു നിഫ്റ്റിയിൽ വീണ്ടും ഒരു അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ക്ലോസ്ലി നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റിയാണ്, മാർക്കറ്റാണ് സുപ്രീം. നമുക്കതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു നമുക്ക് തന്നെ ഒരു മുൻകൂട്ടി ഒരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ രീതിയിലേക്ക് നമ്മളും പോകുന്നു, അത്രേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത് ഇനി ഈ വീക്കിലെ സ്റ്റോക്സ് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ സ്റ്റോക്സാണ് ഞാൻ അടുത്ത വീക്ക് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്റ്റോക്സ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ ഞാൻ മന്ത്ലി ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. മന്ത്ലിയിൽ നമുക്കറിയാം കഴിഞ്ഞ മന്ത് ഓൾമോസ്റ്റ് ഒരു 150 റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 159.6 അല്ലെങ്കിൽ 165 റേഞ്ച് വരെ പോയിട്ടുണ്ട്. ഇന്ന് ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഈ മന്ത്. സോ ഓൾമോസ്റ്റ് ഒരു 150 മുകളിൽ ഈ ഒരു റേഞ്ചിൽ ടാറ്റ സ്റ്റീൽ റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു 170 വരെയൊക്കെ ഞാൻ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് ഒരു അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ഞാൻ പറയാം, സ്ട്രക്ചർ വൈസ് നമുക്കൊരു പെട്ടെന്നൊരു ഡിസിഷൻ ഒന്നും ഇതിലെടുക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം ഒരു അപ്സൈഡ് തന്നിട്ടുണ്ട്, ഇതൊരു പുൾ ബാക്ക് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സോളിഡ് സെറ്റപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. എന്താണെന്ന ഒരു ട്രേഡിംഗ് ഡിസിഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലിൻടെക് എന്ന കമ്പനിയാണ്. നമുക്കിവിടെ കാണാം IPO ബേസ്ഡ് സ്റ്റോക്കാണ്. അപ്പോൾ IPO ബേസ്ഡ് സ്റ്റോക്കുകളെല്ലാം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ക്യൂ പവർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കൗട്ട് ചെയ്യും തിരിച്ചു വരും, ബ്രേക്കൗട്ട് ചെയ്യും തിരിച്ചു വരും, നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുപോലത്തെ മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ IPO സ്റ്റോക്കിൽ ഉണ്ടാവാം. ഇപ്പം 195 മുകളിലാണ് ഞാൻ ട്രേഡ് നോക്കുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. 195 മുകളിൽ പോവുകയാണെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. ഇപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ഇടുക. സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലിൻടെക് SGLTL. എൻ്റെ ലാസ്റ്റ് 3 ദിവസത്തെ വോളിയം നോക്കി നമുക്കറിയാം 1, 2, 3 ലാസ്റ്റ് 3 ദിവസവും ഡിക്രീസിങ് വോളിയമാണ് കാണിച്ചേക്കുന്നത്. അതിന് മുന്നത്തെ ഈ ക്യാൻഡിലിൻ്റെ വോളിയം ഞാൻ ഏത് ക്യാൻഡിലാണ് ഈ ക്യാൻഡിലിൻ്റെ വോളിയം ബ്രേക്കൗട്ടിന് ശ്രമിച്ച ഈ ക്യാൻഡിലിൻ്റെ വോളിയം മോസ്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള വോളിയമാണ്. സോ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചേക്കാം. അടുത്ത സ്റ്റോക്ക് ഹുഡ്കോ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ 2 ആഴ്ചയായിട്ട് ഇതും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 246 എന്നുള്ള റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്ത് ഹുഡ്കോ എന്ന സ്റ്റോക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 264 ആൻഡ് 299 പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലൂടെ ഇട്ട് വച്ചേക്കുകയാണ്. ഇതിൻ്റെ പെർഫോമൻസ് അടുത്ത വീക്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കിക്കണ്ട് കാണാം. ഇതാണ് വീക്ക്ലി ക്യാൻഡിൽ ഇന്നത്തെ ക്ലോസിങ്. ഒരു സെല്ലിങ് ഇവിടെ നമുക്ക് കാണാം, പക്ഷേ നമുക്ക് പറയാനൊന്നും കഴിയത്തില്ലല്ലോ, മാർക്കറ്റല്ലേ. ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം തിരിച്ച് കയറാനായിരിക്കും. നമുക്കപ്പം ഹുഡ്കോ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലോട്ട് വെച്ചേക്കാം. അടുത്ത സ്റ്റോക്ക് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി എന്ന സ്റ്റോക്കാണ്, IREDDA. ഈ സ്റ്റോക്ക് ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ എൻ്റെ ടാർഗറ്റ് 206 ആണ്. ഈ ഒരു റേഞ്ച് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് വീക്ക്. ആൻഡ് സ്റ്റോപ്പ് ലോസ് 158 ആണ്. എൻ്റെ ടാർഗറ്റ് 208. ഈ സ്റ്റോക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇത് സ്ട്രക്ചർ വൈസ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് അടുത്ത വീക്ക് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്കിൻ്റെ ചാർട്ട് രസകരമാണ്. മോസ്റ്റ്ലി എത്ര പോയിൻ്റ് ഇടിഞ്ഞു എന്ന് നിങ്ങൾ നോക്കുക.
സെൻട്രൽ ബാങ്ക് ഇടിഞ്ഞത് മോസ്റ്റ്ലി ഒരു 60% ആണ് ഇടിഞ്ഞത്. ആൻഡ് ഇതൊരു സപ്പോർട്ട് റേഞ്ചിലെത്തി, സെൻട്രൽ ബാങ്ക് തിരിച്ചെത്തി. ആൻഡ് സെൻട്രൽ ബാങ്കിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ബാങ്ക്, കണ്ടോ? ഈ ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് ശേഷം ഒരു ബോക്സ് ബ്രേക്ക് ഔട്ടാണ്. 10-20 EMAയ്ക്ക് മുകളിലാണ് സെൻട്രൽ ബാങ്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് റിപ്പോ റേറ്റ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ. സോ ഈ വരുന്ന വീക്സിൽ സെൻട്രൽ ബാങ്ക് അപ്പ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ സ്റ്റോക്ക് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാണ്. 40 റുപ്പീസാണ് ഇപ്പം നിലവിൽ എൻ്റെ പ്രൈസ്. ഞാൻ 47 വരെയൊക്കെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ സെൻട്രൽ ബാങ്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടാവും. അടുത്തത് ബർജർ പെയിൻസ് ആണ്. ബർജർ പെയിൻസ് ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടാണ് മോസ്റ്റ്ലി. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ ആയിട്ട് എൻ്റെ വാച്ച് ലിസ്റ്റ് വന്ന സ്റ്റോക്കാണ്. അപ്പം ഇതൊരു പുൾ ബാക്ക് വന്നിട്ട് 628 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബർജർ പെയിൻസ്. അപ്പോൾ ഇത് എൻട്രി അല്ല, ഇത് ഓൾറെഡി എൻട്രി കഴിഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഞാൻ നല്ല അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്ന സ്റ്റോക്കാണ്. കണ്ടോ, സ്റ്റോക്ക് മോസ്റ്റ്ലി എത്ര പോയിന്റ് വന്നു നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ സിങ്ക് മോസ്റ്റ്ലി 50% സ്റ്റോക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി 52% സ്റ്റോക്ക് ഇടിഞ്ഞു താന്നു. ശേഷം ഒരു ബേസ് ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ തന്നേക്കുന്നത്. ഒരു ബേസ് ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് എ ടാർഗറ്റ് ഓഫ് 566, 566 ഈ ഒരു റേഞ്ചിലേക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഫുൾ ബാക്ക് ഉണ്ടാവുമോ നമുക്ക് വാച്ച് ചെയ്യാം. ചിലപ്പോൾ ഫുൾ ബാക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് പ്രയോറിറ്റി ലിസ്റ്റിലിടാം, ഹിന്ദുസ്ഥാൻ സിങ്ക്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് കിർലോസ്കർ ന്യൂമാറ്റിക് കോം. ഈ സ്റ്റോക്ക് എന്തായാലും എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. ഹൈ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ മന്ത്ലി വോളിയത്തിലൊക്കെ ഞാൻ തൃപ്തനാണ് ഭയങ്കരമായിട്ടും. കഴിഞ്ഞ മന്ത്ലി വോളിയൊക്കെ നോക്കിയാലും നമുക്കറിയാം കഴിഞ്ഞ 2 മാസമായിട്ട് സ്റ്റോക്ക് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഞാൻ ഡേ ചാർട്ട് ഇടുകയാണ്. ഓൾമോസ്റ്റ് ഒരു 1366 എന്നുള്ള റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനൊരു 1526 വരെയൊക്കെ ഇതിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ. സോ ഞാൻ വരുന്ന ദിവസത്തിലേക്ക് ഇതിലൊരു ട്രേഡ് സാധ്യത ഞാൻ മിക്കവാറും എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 1514 ആണ്, 1508 ആണ്. പൊസിഷണലി ഈ സ്റ്റോക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഹൈ, ഈ ഒരു ഹൈ 1805 എന്ന റേഞ്ചിലേക്ക് പൊസിഷണലി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ചിലപ്പോൾ മന്ത്സ് എടുക്കാം, ചിലപ്പം വീക്സ് എടുക്കാം. ബട്ട് പൊസിഷണലി ഈ സ്റ്റോക്ക് എന്തായാലും ഈ ഒരു ഹൈ എന്തായാലും എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് വരും ദിവസങ്ങളിൽ ഓരോ സ്റ്റോക്കിൻ്റെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ITC ഹോട്ടലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇത് 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ചെയ്യുന്നതാണ്. ITC ഹോട്ടൽ 213 ഈ ഒരു റേഞ്ച്, അതിൻ്റെ 220 ഈ ഒരു ഹൈക്ക് മുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ 221 മുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കാം. ITC ഹോട്ടൽസ് 220 മുകളിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ടാർഗറ്റ് 240 വരെയൊക്കെ എന്തായാലും വരുന്ന വീക്സിൽ ITC ഹോട്ടൽസ് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാൻ വാച്ച് ലിസ്റ്റിട്ട് വച്ചേക്കാണ്. നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക, ITC ഹോട്ടൽസ്. ഓക്കെ, അടുത്ത സ്റ്റോക്കാണ് IGIL. ഈ സ്റ്റോക്ക് ഞാൻ വീക്ക്ലി വന്നിട്ട് കാണിക്കാം. ഓൾമോസ്റ്റ് എത്ര രൂപയിൽ നിന്നാണ് ഇടിഞ്ഞു വന്നതെന്ന് നമുക്ക് നോക്കാം. IPOയിൽ നിന്ന് വീക്ക് 643 നിന്ന് മോസ്റ്റ്ലി 57% ഈ സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ഒരു ബേസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ആൻഡ് നിലവിലെ പ്രൈസ് 402 ആണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 352 ആണ്. എൻ്റെ ടാർഗറ്റ് 533ക്ക് മുകളിലാണ്. ആൻഡ് ഈ സ്റ്റോക്ക് നല്ലൊരു മൂവ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുന്ന വീക്സിൽ. IGIL. അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക ആൻഡ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത എൻ്റെ സ്റ്റോക്ക് മാക്സ് എസ്റ്റേറ്റ്സ് ആണ്. റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കാണ്. ആൻഡ് വരുന്ന വീക്സിൽ മൂവ്മെൻറ്റ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്കാണ് മാക്സ് എസ്റ്റേറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് 520 വരെ ഹൈ പോയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ എൻട്രി എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഒന്ന് എടുത്തിട്ട് ഞാൻ ഇറങ്ങി. കാര്യം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എനിക്ക് ഇന്ന് ഞാൻ മൂവ്മെൻറ്റ്സ് പ്രത്യേകിച്ച് വാച്ച് ചെയ്തിട്ടില്ല. സോ മാക്സ് എസ്റ്റേറ്റ്സ് ഞാൻ എൻട്രി എടുത്തിട്ടില്ല. ഇത് 520 അല്ലെങ്കിൽ 530ക്ക് മുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാക്സ് എസ്റ്റേറ്റ്സ്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതാണ് ക്രിസിൽ വാട്ട് എവർ, എനിക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല. സോ ഈ സ്റ്റോക്ക് 5400 മുകളിൽ ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സ്റ്റോക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്.
5245 ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമോ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്ക് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് വെച്ചേക്കുക. ക്രൈസിൽ. അടുത്തതാണ് ടിറ്റിഗാർ റെയിൽവേ സിസ്റ്റം. അപ്പോൾ ഇത് ഹോട്ട് സ്റ്റോക്കാണ്. റെയിൽവേ ബേസ് തീംസ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റോക്സ് നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. സോ നമുക്ക് ടിറ്റിഗാറിൽ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. അപ്പോൾ കുറച്ച് കൂടിയ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്താലും ഈ ഒരു സ്റ്റോക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഡീപ്പർ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്കാണ്. മോസ്റ്റ്ലി ഒരു 9% ഒക്കെ കൊടുക്കുന്നത് കുറച്ച് റിസ്ക് കൂടുതലാണ്. എന്തായാലും നിങ്ങളതൊന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഡേ ലോയ്ക്ക് മുകളിലാണ് ഈ സ്റ്റോക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. ഇന്നത്തെ ഡേ ലോ, ദിസ് ലോ, ഈ ഒരു ഡേ ലോ ഈ 928 മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വീക്ക് തന്നെ ഈ സ്റ്റോക്ക് മിക്കവാറും ബ്രേക്ക് ഔട്ട് ചെയ്യും. ഓറൽസ് ഡീപ്പ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണെങ്കിൽ ഇതാ 870 ഈ റേഞ്ച് സ്ട്രോങ് സപ്പോർട്ടാണ് ടിറ്റിഗാറിൻ്റെ. ഈ റേഞ്ച് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇവിടെ വരെ വന്ന് ചിലപ്പോൾ മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും റെയിൽവേ തീം കുറച്ച് വീക്സ് അല്ലെങ്കിൽ ഇനിയുള്ള 2 വീക്ക് നല്ല രീതിയിൽ പ്ലേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്ക് മുൻപോട്ട് പോകാം. എന്തായാലും എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റാണ്, ഞാൻ ആഡ് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് സ്റ്റെർലിംഗ് ടൂൾസ് ആണ്. സ്റ്റെർലിംഗ് ടൂൾസ് നമുക്ക് നോക്കാം. സ്റ്റെർലിംഗ് ടൂൾസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് 63% ഈ സ്റ്റോക്ക് ഇടിഞ്ഞു. ആൻഡ് ഇന്നൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 375 റേഞ്ചിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 525 റേഞ്ചിലേക്ക്, ഈ ഒരു റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ 490, ഒരു ബേസിക് ടാർഗറ്റ് 490 വയ്ക്കാം. ഈ ഒരു മൂവ്മെൻറ്റിൽ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നൊരു ഹൈ തന്നിട്ടുണ്ട്. ലോ തന്നു, ലോ ആൻഡ് ഹൈ. ഒരു ഹയർ ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ സ്റ്റോക്ക് സ്റ്റെർലിംഗ് ടൂൾസ് ഒരു 490 റേഞ്ചിലേക്കുള്ള ഏരിയയിലേക്കുള്ളൊരു ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ബാങ്കിങ് സ്റ്റോക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ എസ്ബിൻ്റെ റേഞ്ച് നമുക്കിവിടെ കാണാം. ഒരു സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇടിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 898 എന്ന റേഞ്ചിൽ നിന്ന് ഇടിഞ്ഞ് 670 എന്നുള്ള റേഞ്ചിൽ ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുത്തു മാർക്കറ്റ്. ശേഷം നമുക്കിവിടെ കാണാം ഒരു ഹയർ ഹൈ തന്നു, വീണ്ടും ഒരു ഹയർ ഹൈ തന്നു. ആൻഡ് മാർക്കറ്റ് എവിടെയാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടായിരുന്നോ? 779 എന്ന റേഞ്ചിൽ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. 804 അല്ലെങ്കിൽ 808 വരെ പോയി തിരിച്ച് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. തിരിച്ച് വീണ്ടും മാർക്കറ്റ് മുൻപോട്ട് പോവുകയാണ്. 890ൻ്റെ മുകളിൽ ഞാനൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 854 വരെയൊക്കെ എന്തായാലും പോവും മാർക്കറ്റ്. സോ ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്, എസ്ബിൻ. ആൻഡ് 895 വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഈ ഒരു ഹൈ, മുൻപത്തെ ഹൈയിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എസ്ബിൻ ആണ്, അപ്പോൾ അതിൻ്റെതായ ടൈം ചിലപ്പോൾ എടുത്തെന്നിരിക്കാം. സോ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് നോക്കിയാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ദ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ബാങ്കിങ് സെക്ടറിൽ നിന്ന് വേറൊരു സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നമ്മൾ നോക്കി ഞാൻ ഒന്ന് കാണിക്കുക. ഇതൊരു ബേസ് ബ്രേക്ക് ഔട്ടാണ് കാണിക്കുന്നത്. നല്ല രീതിയിലൊരു ബേസ് ഉണ്ടാക്കി ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് ഞാൻ ഈ സ്റ്റോക്ക് ഇന്ന് തിരഞ്ഞെടുക്കാൻ കാര്യം വേറെ ഒന്നും കൂടെ ഉണ്ട്. നിങ്ങൾ ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലുണ്ടോ, ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ പകുതിയിൽ വന്ന് ഈ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്താണ് ഇന്ന് അവസാനിച്ചത്. സോ ഞാൻ ഇതിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു 31 റേഞ്ച് വരെയൊക്കെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ഞാൻ എന്തുകൊണ്ട് ഇത് ടെക്നിക്കലി പറയാൻ കാരണം, ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ, ഓൾമോസ്റ്റ് 30 റുപ്പീസ് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 31ഉം സെക്കൻഡ് ടാർഗറ്റ് 36ഉം ഈ സ്റ്റോക്ക് ചിലപ്പോൾ ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് തരാം. കാര്യം ഇതിൽ ബേസ് ബ്രേക്ക് ഔട്ട് തന്നു ആൻഡ് കൺസോളിഡേറ്റിംഗ് ആണ്. ഒരു ടൈറ്റ് ഫ്ലാഗ് പോലെ നമുക്ക് തോന്നാം ഇല്ലേ? സ്ട്രക്ചറലി നമുക്കൊരു ടൈറ്റ് ഫ്ലാഗ് ആണെന്ന് പറയാം. ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു റേഞ്ചിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. അടുത്തത് L&T ഫിനാൻസിൻ്റെ ചാർട്ടോ നിങ്ങൾ നോക്കിയേ. മന്ത്ലി ക്യാൻഡിൽ ഒന്ന് വെച്ച് തരാം. L&T ഫിനാൻസ് ഒരു വലിയൊരു ബ്രേക്ക് ഔട്ടിലാണ് നിൽക്കുന്നത്. ആൻഡ്
മൾട്ടി ഇയർ ബ്രേക്കൗട്ടാണ് L&T ഫിനാൻസിൽ വരാനിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഇതൊരു ചെറിയ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു ആൻഡ് ഒരു ട്രയാങ്കിൾ ബ്രേക്കൗട്ട് തന്നു. 189 റേഞ്ചിൽ ഇപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ലോങ് ടേം ടാർഗറ്റ് എനിക്ക് 255 ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും L&T ഫിനാൻസ് ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് നമുക്കറിയാം. മൾട്ടി ഇയർ ബ്രേക്കൗട്ട് തന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലായിരിക്കും ബ്രേക്കൗട്ട് കിടക്കുക. ചിലപ്പോൾ ഒരു പുൾ ബാക്ക് വരാം. പുൾ ബാക്ക് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ട് തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക, L&T ഫിനാൻസ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം സ്റ്റോക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാര്യം അത്രയും നല്ലൊരു സെറ്റപ്സ് വന്നതുകൊണ്ടാണ് അത്രയും നല്ല സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് സ്റ്റോക്സ് മോണിറ്റർ ചെയ്ത് മാത്രമേ നമുക്ക് മുൻപോട്ട് പഠിച്ച് മുൻപേറാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുക. ടെക്നിക്കലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.